ഹായ്, എൻ്റെ പേര് ആരതി. ഞാൻ മലപ്പുറം ജില്ലയിലെ തിരൂർ എന്ന സ്ഥലത്താണ് വരുന്നത്. ഞാൻ BSc ഫുഡ് സേഫ്റ്റി ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റാണ് എടുത്ത് പഠിക്കുന്നത്. ഡിഗ്രി ഇഗ്നോയില് ലേൺ വൈസിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് തന്നെയാണ് പഠിക്കുന്നത്. ഞാൻ ഇപ്പോ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫുഡ് ഫീൽഡും ഡയറി ഫീൽഡും ഭയങ്കര ഇഷ്ടമുള്ള പഠിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫീൽഡാണ്. അത് മാത്രമല്ല, ഞാൻ VHSC അതായത് +2 VHSC ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലും DEPO എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സാണ്, ഡയറി പ്രോസസ്സിംഗ് എക്വിപ്മെന്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സാണ് ഞാൻ എടുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ശേഷം ഞാൻ ഡിപ്ലോമ ഇൻ ഡയറി സയൻസ്, അതായത് പൂക്കോട് വെറ്റിനറി കോളേജിൽ ഡിപ്ലോമ ഇൻ ഡയറി സയൻസ് ചെയ്തു. ഒരു എൻട്രൻസ് എക്സാം വഴിയാണ് ഞാൻ അതിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അത് അവിടെ 2 ഇയർ കോഴ്സ് ആയിരുന്നു. 2 ഇയർ കോഴ്സിന് ശേഷം ഞാൻ 2 ഇയർ കോഴ്സ് ഒരു 23ലാണ് ഞാൻ അവിടെ കയറിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇറങ്ങി. ശേഷം അതിനൊപ്പം കൊണ്ടുപോകാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ശേഷം അതായത് ഡിപ്ലോമയുടെ ശേഷം ഡിഗ്രി എടുക്കാൻ തീരുമാനിച്ചത്. ഡിഗ്രി എനിക്ക് എന്തായാലും എടുക്കണം, ഒരാവശ്യമുള്ള ഒരു ഫാക്ടറായിട്ട് ആണ് എനിക്കത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പോയി പഠിക്കുക എന്നുള്ളതിലാവുമ്പോൾ കുറെ കൂടെ എന്തായാലും ഇയറും എന്തായാലും നഷ്ടാവും. അപ്പോ ഞാൻ വിചാരിച്ചു ഏതായാലും ഈ ഡിപ്ലോമ വെച്ചിട്ട് എവിടെയെങ്കിലും കയറുക, സർട്ടിഫിക്കറ്റ്, അതായത് എനിക്ക് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൂടെ കിട്ടുമല്ലോ എന്നുള്ളതിൽ എന്തായാലും അങ്ങനെ കയറാന്ന് വിചാരിച്ചു. അതിനിടയിൽ ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി എടുക്കാന്ന് വിചാരിച്ചു. ഡിഗ്രി ഡിസ്റ്റൻസ് ആയിട്ട് എടുത്ത് പഠിക്കുമ്പോൾ ക്ലാസ് കിട്ടുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. എന്തെങ്കിലും ഒരു ക്ലാസ് വേണം, അതിന്റെ കുറച്ച് ഭാഗമെങ്കിലും മനസ്സിലാക്കണം. ബാക്കി ഫസ്റ്റ് മനസ്സിലാക്കാനൊക്കെ എനിക്കൊരാളെ ഹെൽപ്പ് എന്തായാലും വേണമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ലേൺ വൈസുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അവരുമായിട്ട് കണക്ട് ചെയ്തപ്പോ ഇഗ്നോയിൽ ഇങ്ങനത്തെ ഒരു കോഴ്സ് എന്നുള്ളത് ഞങ്ങളുടെ അവിടെ എവിടെ ഒരു സെന്റർ ആയിട്ട് കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ കണക്ട് ചെയ്ത കൗൺസിലർ ആയിട്ടാണ് കണക്ട് ചെയ്തത് ആദ്യം. അപ്പൊ അവര് പറഞ്ഞു കുഴപ്പമില്ല, നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ലടാ, നമുക്ക് ശരിയാക്കാം, നിങ്ങള് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം, കാര്യങ്ങൾക്കൊക്കെ പോയാൽ മതി, എന്നും പോകണമെന്നോ എപ്പോഴും പോകുന്നോ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ കോൺഫിഡൻസ് ആയി. അങ്ങനെയാണ് ഞാൻ ഇഗ്നോയില് ജോയിൻ ചെയ്തത്, ലേൺ വൈസ് വഴി തന്നെ. അപ്പോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരാളും കൂടെ ഹെൽപ്പ് വേണം എന്നുള്ളതിൽ ഞാൻ ലേൺ വൈസുമായിട്ട് തന്നെ മുന്നോട്ട് വന്ന് തീരുമാനിച്ചു. അവരുടെ സപ്പോർട്ടും അതുപോലെ തന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയപ്പോൾ എനിക്കും ഓക്കെ ആയി. അപ്പോൾ ഞാൻ അവരുമായിട്ട് തന്നെ പോകാൻ തീരുമാനിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഇഷ്ടത്തോടെ പഠിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഞാന് ഒരു 1 ഇയർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു LI അസിസ്റ്റന്റ് ആയിട്ട് പാലക്കാട് ധോണി ഫാമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ റൂള് പ്രകാരം രാവിലെ 6 മണിക്ക് കയറി അതിന്റെ ഇടയിൽ കുറച്ച് ബ്രേക്ക് ഉണ്ട്, ഫുഡ് കഴിക്കാനൊക്കെ ബ്രേക്കിന് ശേഷം 4 മണിക്ക് പിന്നെ എനിക്ക് അവിടുന്ന് ഇറങ്ങാൻ പറ്റുന്നുള്ളൂ. അപ്പൊ എനിക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ക്ലാസ് കാണാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തായാലും 4 മണിക്ക് ശേഷം ഞാൻ കാണാന് ശ്രമിക്കാറുണ്ട്, പരമാവധി ഞാൻ കാണാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഞാൻ മെന്റർ അടുത്ത് ചോദിക്കാറും സംസാരിക്കാറുണ്ട്. എന്റെ എല്ലാ ആഴ്ചയും വിളിക്കും. ചില സമയത്ത് എനിക്ക് എടുക്കാൻ പറ്റാറില്ല, ഇപ്പൊ മെസ്സേജ് അയച്ചിടാറുണ്ട് എനിക്ക്. അങ്ങനെ നല്ല ഹെൽപ്പാണ് എനിക്ക്. ഈ ഒരു വർക്കിന്റെ ഇടയിൽ കൂടെ ആയതുകൊണ്ട് കംപ്ലീറ്റ് ഫുൾ ക്ലാസ് ഇതുവരെ കണ്ടു തീർക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ ഞാൻ മെന്റർ അടുത്ത് പറഞ്ഞു. അപ്പൊ അവര് ഓക്കെ പറഞ്ഞു, മെല്ലെ ക്ലാസ് കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ ഓക്കെ ആയി. എന്തായാലും മെല്ലെ ക്ലാസ് കാണുന്നുണ്ട്, ഇപ്പോ ഓക്കെയാണ്.